നമസ്കാരം. കോതമംഗലം കറുകടത്ത് ലവ് ജിഹാദിന് ഇരയായി ആത്മഹത്യ ചെയ്ത സോന എൽദോസിന് നീതി ഉറപ്പാക്കണമെന്നും പ്രണയം നടിച്ച് മതം മാറ്റുന്ന ലവ് ജിഹാദ് കുറ്റകൃത്യമായി പരിഗണിച്ച് കേരള നിയമസഭ നിയമനിർമ്മാണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി കോതമംഗലത്ത് കൂട്ടുപവാസം സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു ഉപവാസം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം വ്യക്തി നിയമം പരിഗണിച്ച് ആ സമുദായത്തിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറയ്ക്കാം എന്ന കോടതി വിധി ഇതര സമുദായങ്ങൾക്കും ഭീഷണിയാകാമെന്ന് RV ബാബു ചൂണ്ടിക്കാട്ടി. ഇതര സമുദായങ്ങളിൽ നിന്നും ലവ് ജിഹാദിലൂടെ മതം മാറ്റുന്ന പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മുസ്ലിം പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാമെന്ന സാഹചര്യം കോടതി വിധിയിലൂടെ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. ഇത്തരം കേസുകൾ പോക്സോ കേസുകളിൽ നിന്നും ഒഴിവാക്കപ്പെടണമെന്നും കണക്കിലാക്കേണ്ടി വരും. പുതിയ സുപ്രീം കോടതി വിധി രാജ്യത്തിന് ഏകീകൃത സിവിൽ നിയമത്തിന്റെ ആവശ്യകതയാണ് ബോധ്യപ്പെടുത്തുന്നതെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു പറഞ്ഞു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വാമി ദേവചൈതാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ടുപവാസത്തിന്റെ സമാപന സമ്മേളനം സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാ പ്രസിഡന്റ് PC ബാബു അധ്യക്ഷത വഹിച്ചു. ക്യാപ്റ്റൻ K സുരേന്ദ്രൻ, സംസ്ഥാന ഉപാധ്യക്ഷൻ S സുധീർ, കാസ സംസ്ഥാന പ്രസിഡന്റ് കെവിൻ പീറ്റർ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിമാരായ EG മനോജ്, MC സാബു, PN അശോകൻ, PB കരുണദാസ്, പ്രൊഫസർ ദേവകി അന്തർജനം, ബിന്ദു മോഹൻ, ശോഭ സുന്ദരം, ഡോക്ടർ വിജയകുമാരി, B ചന്ദ്രാചാര്യ, KN പ്രകാശൻ, AV കലേശൻ, KS ശിവദാസ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി ആഭ ബിജു സ്വാഗതവും കോതമംഗലം താലൂക്ക് പ്രസിഡന്റ് AN വിജയൻ നന്ദിയും പറഞ്ഞു. നീതി കിട്ടുന്നത് വരെ നടത്തുന്ന എല്ലാ സമര പരിപാടികളിലും ഒപ്പമുണ്ടാകും എന്നുറപ്പിച്ച് ഇവിടെ ഇരിക്കുന്ന സമര പോരാളികളെ, ബഹുമാനപ്പെട്ട നാട്ടുകാർ, എന്തിനു വേണ്ടി ഇന്ന് ഈ കോതമംഗലത്തിന്റെ നഗരഹൃദയത്തിൽ സംപൂജ്യ സ്വാമിജിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ മഹിളാ ഐക്യവേദിയുടെയൊക്കെ പ്രവർത്തകർ എന്തിനു വേണ്ടി ഇന്ന് ഉപവാസമെടുത്തു എന്ന് കോതമംഗലം നിവാസികളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സോന എന്ന വാക്കിനർത്ഥം സ്വർണമെന്നാണ്. സ്വർണം പോലെ അമൂല്യമായി ഒരമ്മ വളർത്തിയെടുത്തൊരു മകളെ കുടിലതയാർന്ന മതമൗലികവാദത്തിന് മുന്നിൽ നഷ്ടപ്പെട്ട വേദന എന്താണ് എന്ന് ഇന്ന് ഈ നാട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വെറും ഒരു ആത്മഹത്യയാക്കി അതിനെ എഴുതി തള്ളാൻ, അതുമല്ലെങ്കിൽ അതിലേക്ക് ആ കുട്ടിയെ നയിച്ച പ്രതികളെ വെറും ഒരു പ്രേരണാ കുറ്റം ചുമത്തി ഒതുക്കാനോ ഒക്കെ ശ്രമിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല എന്ന തിരിച്ചറിവിൽ അന്തിമമായ സമര പോരാട്ടത്തിന് ഹിന്ദു ഐക്യവേദി തീരുമാനമെടുത്തു. വർഷം കുറച്ചായി കേരളത്തിന്റെ ഈ കണ്ണീര് നമ്മൾ കാണാൻ തുടങ്ങി. നേരത്തെ സംപൂജ്യ സ്വാമിജി പറഞ്ഞതുപോലെ പ്രണയം ഉദാത്തമായൊരു വികാരമാണ്. ആരും അതിനെതിരെ. ഒരുപക്ഷെ പ്രായത്തിൻ്റെതായ ചില വികാര വിചാരങ്ങളിൽ അതൊക്കെ സംഭവിച്ചു പോവുകയും ചെയ്യും. അതിനെ ആരും എതിർക്കുന്നില്ല. പ്രേമത്തെ തടഞ്ഞ് പ്രേമമില്ലാതെ ജീവിക്കരുതൊന്നുമല്ല പറയുന്നത്. പക്ഷേ പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയുന്നത് പിന്നെ എവിടുന്നാ മതം വരുന്നത്? ഇതാണ് പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും ക്രൈസ്തവ സംഘടനകളും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം. പ്രേമത്തിനും കാമത്തിനൊന്നും കണ്ണുമില്ല മൂക്കില്ല എന്ന് പറയുന്നത്. എത്ര ഉയർന്ന കുടുംബത്തിലെ കുട്ടിയാണെങ്കിലും, ഒരുപക്ഷെ നമുക്കറിയാം ചങ്ങമ്പുഴയുടെ രമണനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്ര ഉയർന്ന കുടുംബത്തിലെയാണെങ്കിലും ആരോടും ആട് മേയ്ക്കുന്നവനോടാണെങ്കിലും പ്രണയം തോന്നാം എന്നത്. അപ്പോൾ അവിടെയൊന്നും കണ്ണും മൂക്കും മറ്റ് ചിന്തകളൊന്നുമില്ല. ഒരുപക്ഷെ സൗന്ദര്യത്തിന്റെ ഘടകമില്ല, അവിടെ ഒന്നും വരുന്നില്ല. ഇതൊന്നും വരുന്നില്ല എങ്കിൽ സൗന്ദര്യം പ്രശ്നമല്ല, തൊഴിൽ പ്രശ്നമല്ല, സാമ്പത്തികം പ്രശ്നമല്ല, ഇതൊന്നും പ്രശ്നമല്ല എങ്കിൽ എങ്ങനെയാണ് അവിടെ മതം കയറി വരുന്നത്? ഇതിന് ന്യായമായ ഒരു ഉത്തരം ആർക്കെങ്കിലും തരാൻ സാധിച്ചാൽ ഹിന്ദു ഐക്യവേദിക്ക് പോരാട്ടം അവസാനിപ്പിക്കാം. പക്ഷെ നാളിതുവരെ ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് തൃപ്തികരമായ ഒരു ഉത്തരം കൊടുക്കാൻ ഇനി ഇതിനെയൊക്കെ അംഗീകരിക്കുന്ന ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ട്? സോന എന്ന പെൺകുട്ടി രമേശിനെ പ്രണയിച്ചതിന് എതിരെയല്ല ഹിന്ദു ഐക്യവേദി ഇന്നിവിടെ ഉപവാസ സമരം നടത്തുന്നതും ശക്തമായ സമര പോരാട്ടങ്ങളിലൂടെ ചിലർ നേടിയെടുത്തേ അടവൂ എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത്. സോനയ്ക്ക് രമേശിനെ പ്രേമിക്കാം, അവിടെ പേര് തടസ്സമല്ല, മതം തടസ്സമല്ല. പക്ഷെ നമ്മളിവിടെ കാണുന്നത് എന്താ? രക്ഷിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു വിഭാഗം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഗൗരവമായി ചിന്തിക്കേണ്ടത്. രണ്ട് വ്യക്തികൾ തുടങ്ങി അവസാനിക്കുന്ന ഒന്നല്ല ഇവിടെ പ്രണയം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിന് ഒരു ലജ്ജയും തോന്നിയില്ല. ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും
എന്തെങ്കിലും സംഭവിച്ച ആരെങ്കിലും പോണ വഴിക്ക് തട്ടിത്തടഞ്ഞ് വീണുവെച്ചാൽ അത് ഏതെങ്കിലും ഒരു ഹിന്ദു കണ്ടാൽ മതി. വീണത് മറ്റൊരു മതസ്ഥനാവുക, കഷ്ടകാലത്തിന് അത് കണ്ടതൊരു ഹിന്ദു ആയാൽ പോലും ഈ കേരളത്തിന്റെ തെരുവോരങ്ങൾ വിജൃംഭിച്ചുകൊണ്ട് സമര പോരാട്ടങ്ങൾക്ക് നമ്മൾ കാണുന്നത് ബഹളം, കൂക്കിവിളിയ, അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം. പിന്നെ മറ്റേ റെയിൽവേക്കും അതും അല്ലെങ്കിൽ വിമാന കമ്പനികൾക്കും നല്ല കോളാണ്. കാരണം എല്ലാവരും ഇവിടുന്ന് വെച്ച് പിടിക്കും വടക്കോട്ട്. എന്താണെന്നറിയാം, സംഭവം തട്ടി തടഞ്ഞ് വീണത് ആരെങ്കിലും കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇവിടെ വിഷയമാണ്. പക്ഷെ ഇവിടെ വിദ്യാഭ്യാസം ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പെൺകുട്ടികളുടെ മാനത്തിനൊക്കെ ഒരു വിലയാണ്. പക്ഷെ എന്നാലും ചിന്തിക്കുക, തിരിച്ചറിവുള്ള കുട്ടിയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം SSLC, +2 തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ഫുൾ A+ കിട്ടുകയും മെറിറ്റിൽ തന്നെ TTCക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്ത കുട്ടിയാണ്. എളുപ്പമല്ല അപ്പൊ മെറിറ്റിലും TTCക്ക് സെലക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ. ആ മെറിറ്റിൽ TTCക്ക് ചെയ്ത കുട്ടിയാണ്. വിദ്യാഭ്യാസമുണ്ട്, തിരിച്ചറിവുണ്ട്. അറിവ് മാത്രമല്ലല്ലോ, വിദ്യാഭ്യാസത്തിലൂടെ തിരിച്ചറിവ് കിട്ടുമെന്നാണല്ലോ പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെ ഒരു കുട്ടിയെ പ്രണയിച്ച് വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി മാതാപിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും കൂട്ടിയിട്ട് മർദ്ദിച്ചു. ഇന്ന് വരെ അതിന് കേസെടുത്തിട്ടില്ല. ആ കുട്ടി കൃത്യമായി തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി. ഇതെന്താ പാഠപുസ്തകത്തിന്റെ നോട്ട് കുടിക്കല ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ? പരീക്ഷയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ശേഷം കടലക്കച്ചവടത്തിന് കൊടുക്കാനുള്ളതുപോലെ പലർക്കും നോട്ട് പുസ്തകം എന്ന് പറഞ്ഞാൽ. കടലക്കാർക്ക് പൊതിയാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലെ പാഠപുസ്തകം പരീക്ഷ കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ പുസ്തകം കൊടുക്കാം. അങ്ങനെ ആവശ്യം കഴിഞ്ഞാൽ കടലക്കച്ചവടക്കാർക്ക് കടലാസ് വിലയ്ക്ക് വിൽക്കാനുള്ളത് വെറും ഒരു കടലാസാണോ ആത്മഹത്യാക്കുറിപ്പ്? ജീവിക്കാൻ ആഗ്രഹിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പട്ടിണിയിലും പരിവട്ടത്തിലും തന്റെ ജീവിതം കരിപ്പിടിപ്പിച്ചു കൊണ്ടുവന്ന കുട്ടിയാ. ഇത്രയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിട്ട് പഠിക്കുന്നതിൽ ഒരു അല്പം പോലും മടി കാണിച്ചിട്ടില്ല. ആരും പിന്നിൽ നിന്ന് ഉണ്ടാകില്ലാതെയും ഫുൾ A+ വാങ്ങിച്ചൊരു കുട്ടി. അപ്പൊ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടാണല്ലോ അതൊക്കെ ചെയ്തത്. ജീവിക്കണമെന്നും താണ തന്റെ ജീവിതം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്യൂപ്പ ആഗ്രഹിക്കുന്ന പോലെ നല്ല ചിറകുള്ള പൂമ്പാറ്റിയായി നാളെ വരണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണല്ലോ കുട്ടി കൂടെ നന്നായി പഠിച്ചത്. ജീവിക്കാൻ ആഗ്രഹിച്ച കുട്ടിയാണ്. ആ ജീവിക്കാൻ ആഗ്രഹിച്ച കുട്ടിയുടെ മോഹങ്ങളൊക്കെ ചവിട്ടി മെതിച്ച് കളഞ്ഞിട്ട് ആ കുട്ടി അത് കൃത്യമായി എഴുതിയില്ലേ? തനിക്കും ഇനി വരുന്ന പെൺകുട്ടികൾക്കും നീതി കിട്ടണം എന്ന ഉറച്ച ധാരണയിലായിരിക്കും ആ കുട്ടി അത്രയും കാര്യങ്ങൾ എഴുതിയത്. എന്നെ ഇതുപോലെ മുറിയിൽ കൊണ്ടുപോയിട്ട് പൂട്ടി എന്നെ മർദ്ദിച്ചു, കൊണ്ടുപോയിട്ട് ഈ കാമുക വേഷം കെട്ടിയവന്റെ വീട്ടിലാണ്. വീട്ടിൽ കൊണ്ടുപോയി മുറിയിലിട്ട് മതം മാറാൻ ആവശ്യപ്പെട്ട് എന്നെ പീഡിപ്പിച്ചു. പറഞ്ഞില്ലേ? പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിച്ചു. എന്റെ കടല് കാണാനാ അതോ ഭാരതപ്പുഴ അറബിക്കടലിൽ ചേർന്ന് കാണാൻ? അതിപ്പോ അവിടെ പോയാൽ മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. ഭാരതപ്പുഴ അറബിക്കടലിൽ ചേർന്നത് കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടോ ആയിരുന്നോ പൊന്നാനിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ. കാരണം അവർ കാമുകം വിളിക്കുകയാണ് അവിടുത്തെ ബീച്ചിലേക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ബോട്ട് സഞ്ചാരത്തിന്, അല്ലെങ്കിൽ ആ ഭാരതപ്പുഴ കടലിൽ ചേരുന്ന കാഴ്ച കാണാൻ. കാരണം കാമുകന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രത്യേക സിമ്പലാണല്ലോ. ഒരു നദി കടലിൽ ചേരുന്ന പോലെ അത്രയും സ്വാഭാവികതയോടെ കാമുകന്മാർ ഒന്നിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണല്ലോ. അപ്പൊ ആ ഭാരതപ്പുഴ തമിഴ്നാട്ടിൽ ഉത്ഭവിച്ചൊഴുകിയില്ലേ, പൊന്നാനി വരെ വന്ന് പൊന്നാനിയുടെ കടലിൽ ചേരുന്ന പോലെ താൻ എന്റെ ജീവിതം മുഴുവൻ ഇവന് വേണ്ടി സമർപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുട്ടിക്ക് അതൊരു ത്രില്ലാണല്ലോ. അപ്പൊ അറബിക്കടലിൽ ഭാരതപ്പുഴ ചേർന്നത് കാണാനല്ല പൊന്നാനിക്ക് വിളിച്ചത്. അല്ലെങ്കിൽ പൊന്നാനിയിൽ കിട്ടണം മീൻ വാങ്ങിച്ചുകൊണ്ട് പോരാമെന്ന് വിചാരിച്ചല്ല പൊന്നാനിക്ക് വിളിച്ചത്. പൊന്നാനിക്ക് വിളിച്ചതിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. അവിടെ പോയി മതപഠനം നടത്തണം, മതം മാറ്റണം, മതപഠനം നടത്തണം. എന്തേ? നാളെ വിവാഹത്തിന് തയ്യാറായി, രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിക്കാമെന്ന് തയ്യാറായി. സ്വന്തം അമ്മയെയും സഹോദരനെയും ഒക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഇവന്റെ ഭാര്യയാകാമെന്ന് തീരുമാനമെടുത്തു പോകുന്ന കുട്ടി, ആ കുട്ടി എന്താ പഠിക്കേണ്ട? പൊന്നാനി പോയിട്ട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിക്കുന്നവർക്ക് ആദ്യ രാത്രി എങ്ങനെയാകണമെന്ന് ക്ലാസ് പൊന്നാനി കൊടുക്കുന്നുണ്ടോ? വേറെ എവിടെയും കിട്ടാത്ത അത്തരം ക്ലാസ്സുകളാണോ പൊന്നാനി കൊടുക്കുന്നത്? അല്ലെങ്കിൽ വിവാഹവും പൊന്നാനിയിലെ മതപഠന കേന്ദ്രമായിട്ട് എന്താ ബന്ധം? ഇതുവരെ പ്രണയിച്ചത് പൊന്നാനിയിലെ ക്ലാസ് കൊണ്ടായിരുന്നില്ലല്ലോ. പൊന്നാനി പോയി ക്ലാസ് കിട്ടിയിട്ടാണോ ആദ്യം കാമുകനെ? അല്ലല്ലോ. അതുവരെ പറഞ്ഞ കൊച്ചു വർത്തമാനങ്ങൾക്കൊന്നും പൊന്നാനിയിലെ പഠനം വേണ്ടായിരുന്നുവെങ്കില്, അതുവരെ കണ്ട സ്വപ്നങ്ങൾക്കൊന്നും പൊന്നാനിയിലെ പഠനം വേണ്ടായിരുന്നുവെങ്കില്, വിവാഹത്തിലേക്ക് കിടക്കുമ്പോൾ മാത്രം പൊന്നാനിയിലെ പഠനം? ഇത് കേരളം ചോദിക്കണ്ടേ? ഗൗരവമായി ചോദിക്കണ്ടേ? ആ കുട്ടി കൃത്യമായി എഴുതിയില്ലേ? ആ കുട്ടിയുടെ സുഹൃത്ത് മൊഴി കൊടുത്തില്ലേ? കാരണം പൂട്ടിയിട്ട സമയത്ത്
ഫോൺ വഴി ബന്ധപ്പെട്ടിരുന്ന സുഹൃത്തിനെ, അതുകൊണ്ടാണ് കുട്ടിയുടെ ജീവൻ കിട്ടി. ഫോൺ വഴി സുഹൃത്തിനെ വിളിക്കാനുള്ള ബുദ്ധി കാണിച്ചതുകൊണ്ടാണ് കുട്ടിയുടെ ജീവൻ കിട്ടി. അല്ലെങ്കിൽ കിട്ടുമായിരുന്നില്ല എന്നുള്ളത് ഉറപ്പാ. കാരണം മതം മാറാൻ തയ്യാറല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അജ്ഞാത ശവമായിട്ടൊരു പക്ഷെ അത് കടന്നിരുന്നു. അപ്പൊ ആ കുട്ടിയുടെ തക്ക സമയത്തുള്ള ബുദ്ധി കൊണ്ടാണ് കൂട്ടുകാരിയെ വിളിച്ചത്. ആ കൂട്ടുകാരി മൊഴി കൊടുത്തില്ലേ? വീട്ടുകാർ കണ്ടില്ലേ മർദ്ദനമേറ്റതിന്റെ പാടുകൾ? അത് അവൾ എഴുതി വെച്ചില്ലേ? എന്നിട്ടും നാളിതുവരെ അതിലേതെങ്കിലും ഒരു വകുപ്പ് ചേർത്തി കേസെടുത്തോ? കേവലം ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തിയിട്ടുണ്ട്. നാളെ വേണമെങ്കിൽ തേച്ചു മായ്ച്ച് കളയാവുന്ന ഒരു നിസ്സാര കുറ്റമായിട്ട് അതിനെ അവഗണിച്ചു. എന്തുകൊണ്ട്? ഈ നിർബന്ധിത മതപരിവർത്തനം എന്ന ന്യായമായ ഉണ്ടായ സംഭവങ്ങൾ അതിലെഴുതി ചേർത്താൽ അത് നാളേക്ക് തെളിവാണ്. ഇത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ ഉണ്ടാകുന്ന ആയിരക്കണക്കിന് സംഭവങ്ങളിലൊക്കെ ഇത് തന്നെയാണ്. എവിടെയും പോലീസുകാർ ഇത് രേഖപ്പെടുത്തില്ല. ഇപ്പൊ കൊട്ടാരക്കരയിൽ നമുക്കറിയാം, ഒരു +2 വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയാണ് മതം മാറ്റം കൊണ്ടുപോകാൻ നിർബന്ധിച്ചത്. പ്രേമത്തിലൂടെ തന്നെ പ്രേമത്തിൽപ്പെടുത്തി മതം മാറ്റാൻ നിർബന്ധിച്ചു. മതം മാറിയാൽ ഉണ്ടാകുന്ന സ്വർഗം കിട്ടുന്നല്ലോ പറഞ്ഞത്. കാരണം പെൺകുട്ടിയൊക്കെ സ്വർഗം കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. കാരണം അവിടെ എന്നത് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. പെൺകുട്ടികൾ സ്വർഗത്തിൽ പോയാൽ എന്താണെന്ന് അവർക്ക് നിശ്ചയില്ല, പോയവർക്ക് നിശ്ചയില്ല, പെടുത്തുള്ളവർക്ക് കൊടുക്കാനും അറിയില്ല. അതുകൊണ്ടൊരു പക്ഷേ പെൺകുട്ടിയുടെ സ്വർഗം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ കുട്ടിക്ക് മദ്യപ്പുഴകളോ അല്ലെങ്കിൽ ആ കുട്ടിയെ പരിചരിക്കാൻ പിന്നെ സുന്ദരന്മാരായ മസിലുള്ള ആളുകളോ ഉണ്ടോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് പറഞ്ഞ് പ്രേരിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് മതം മാറിയ കാശ് കിട്ടുന്നത്. മതം മാറിയ ഇഷ്ടം പോലെ കാശ് കിട്ടി. എവിടുന്ന്? പണ്ട് കനകധാര സ്തോത്രം ചൊല്ലി ശങ്കരാചാര്യര് മറ്റേ സ്വർണ്ണനെല്ലിക്ക വിളയിച്ചു എന്ന് പറഞ്ഞതുപോലെ മതം മാറിയാൽ എവിടുന്നാണ് പൈസ വീഴുക? ഇടികുടിക്ക് പൊന്നും പണം എന്ന് പറഞ്ഞ് കുടുക്കണ പൊന്നും പണിയിൽ നിന്ന് അത്രയും കുടുക്ക കിട്ടുന്നുണ്ടോ? ആരാണ് പണം കൊടുക്കണത്? ആ കുട്ടി ഇത്രയും പറഞ്ഞിട്ട് കേരളം ഞെട്ടിയില്ല, കേരളം അന്വേഷിച്ചില്ല, മാധ്യമങ്ങൾ പുറകെ പോയില്ല. ആരാണ് പണം കൊടുക്കണത്? മതം മാറിയാൽ പണം കിട്ടും, എനിക്ക് എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാം, നമുക്ക് സുഖമായി ജീവിക്കാം. ഇത് ആ കുട്ടി തുറന്നു പറഞ്ഞിട്ട്, ആ കുട്ടിയുടെ അമ്മ പറഞ്ഞിട്ട് അന്വേഷണം ഉണ്ടായി. കാരണം അന്വേഷിച്ചാൽ അതിന്റെ പേരിൽ FIR ഇട്ടാൽ നാളെ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയേണ്ടി വരും. ഇപ്പൊ പറഞ്ഞു ലവ് ജിഹാദ് ഒന്നും കേരളത്തിൽ ഇല്ല. എന്തുകൊണ്ട്? ഒരു കേസിലും ചാർജ് ചെയ്യില്ല. മതപരിവർത്തനം എന്ന ഉദ്ദേശമുണ്ട്. പ്രണയത്തിന്റെ കൊലപാതകങ്ങളിലോ ആത്മഹത്യകളിലോ അല്ലെങ്കിൽ പ്രണയം കൊണ്ട് ജീവിതം തകർന്നതിലോ ഒരു കേസിലും എഴുതി വെക്കില്ല മതപരിവർത്തനം എന്ന ഉദ്ദേശമുണ്ട്. ആയിരങ്ങൾ മതപരിവർത്തനം നടത്തിയത് നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ ഒന്നും തെളിയിക്കാൻ പറ്റില്ല. ലവ് ജിഹാദിനെ പറ്റി ചോദിച്ചാൽ നമ്മുടെ അന്വേഷണ അധികൃതരൊക്കെ പറയണത് ദൈവത്തെ പോലാണ് പറയുന്നത്. എന്താ ദൈവം? ദൈവത്തെ നമുക്ക് അനുഭവിക്കാം, പക്ഷെ കാണാൻ പറ്റുമോ? ദൈവത്തെ അനുഭവിക്കാം, ദൈവമുണ്ട്, ദൈവത്തിനെ നമുക്ക് അനുഭവിക്കാം. പക്ഷെ ഇതുവരെ കണ്ടവർ വളരെ അപൂർവല്ലേ, കാണാൻ പറ്റില്ല. ഇതുപോലെയാണ് അത്ര ലവ് ജിഹാദ്. അതിന്റെ ദുരിതം എല്ലാവരും അനുഭവിക്കരുത്. അതിനെ പറ്റി അറിയാവുന്നവരൊക്കെ അത് ഭയന്ന് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ എന്നാലും ലവ് ജിഹാദ് എന്നൊന്നും ഇല്ല. ഇനി പേരിത് വേണ്ടപ്പോ നിങ്ങൾ എന്ത് പേര് വേണേ വിളിച്ചോ, ഞങ്ങൾക്ക് ഈ പേരിനോടൊരു ബന്ധമൊന്നുമില്ല. ലവ് ജിഹാദ് ഞങ്ങൾ എതിർക്കുന്നത് ഈ പ്രണയത്തിന്റെ പേരിൽ നടക്കുന്ന നിർബന്ധിത മതപരിവർത്തനത്തെയാണ്. പേര് എന്ത് വേണമെങ്കിടാം. അതൊരു ധർമ്മയുദ്ധമായത് കൊണ്ടാണ് ജിഹാദ്. അതിന്റെ വാക്കതാണ്. സ്നേഹം ഉപയോഗിക്കുന്നുണ്ട്, രണ്ടും കൂടെ ചേർത്ത് ലവ് ജിഹാദ് എന്ന് പറയുന്നേ ഉള്ളൂ. ആ പദം തന്നെ ഉപയോഗിച്ചോളം ഒരു വാശിയില്ല. ജിഹാദ് ധർമ്മയുദ്ധമാണെന്ന് ആരും പറയില്ലല്ലോ. എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ നിർബന്ധിച്ചത് ഈ പെൺകുട്ടി മതം മാറണമെന്നുള്ളത്? അത് മതശാസനയാണ്, അത് മതഗ്രന്ഥത്തിലുള്ളതാണ്, അത് മതം അവരെ നിർബന്ധിതമാക്കുന്നതാണ്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്നെങ്കിൽ മതം മാറ്റി മുസ്ലിം ആക്കിയതിന് ശേഷമേ വിവാഹം കഴിക്കാവൂ എന്നുള്ളത് മതനിയമമാണ്. ഇത് ചർച്ച ചെയ്യണ്ടേ നമ്മള്? ഇപ്പൊ ചർച്ച ചെയ്തില്ലെങ്കിൽ, കൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഭയക്കുന്നു. എന്താ ഭയക്കണം എന്നറിയാമോ? അപ്പൊ കഴിഞ്ഞ ദിവസം അല്ലെ കോടതികളെല്ലാം നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. കോടതി വിധികളെ എല്ലാം അംഗീകരിക്കുകയും വേണം. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് വളരെ പ്രശസ്തമായ ഒരു വിധിന്യായം നമ്മളൊക്കെ ചർച്ച ചെയ്തു. 15 വയസ്സ് അല്ലെങ്കിൽ ശാരീരിക പ്രായപൂർത്തിയായാൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ളവരെ കൂടെ ജീവിക്കാം, ഇഷ്ടമുള്ള പോലെ വിവാഹം കഴിക്കാം, ബന്ധപ്പെടാം. അതിന് ശാരീരിക പ്രായപൂർത്തി മതി. അതായത് ഋതുമതി ആയാൽ മതി എന്ന്. ഋതുമതിയായാൽ കുട്ടിക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, താമസിക്കാം. പോക്സോ കേസ് ചാർജ് ചെയ്യണ്ട. കാരണം ഇത് പോക്സോ കേസ് അല്ലത്ര. കുട്ടിക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം ജീവിക്കാനുള്ള അവകാശം കുട്ടിക്കുണ്ട്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശങ്ങളെ പോലും വെട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത്. കാരണം അവരുടെ കുറ്റമല്ല. ഇവിടെ ഏകീകൃത സിവിൽ കോഡില്ല. സുപ്രീം കോടതിക്ക് നിലവിലുള്ള നിയമങ്ങളെ വ്യാഖ്യാനിക്കാനേ പറ്റുള്ളൂ.
ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും പാഴ്സിക്കും ജൂതനും സിഖുകാരനും ഒക്കെ അനുസരിക്കാൻ കഴിയുന്ന ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വിധിക്കില്ല. ഇപ്പോൾ അവർക്ക് ശരീഅത്താണ്. വിവാഹവും വിവാഹാനന്തര ബന്ധങ്ങളും, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തവകാശം തുടങ്ങിയ കാര്യങ്ങളിൽ അവർക്ക് ഇപ്പോഴുള്ള നിയമം ശരീഅത്താണ്. ആ ശരീഅത്ത് പ്രകാരമാണ് കോടതി വിധിച്ചത്. ശാരീരിക പ്രായപൂർത്തി വന്നാൽ മതി, കുട്ടി ഋതുമതി ആയാൽ മതി. ഇനി അത് ടെസ്റ്റ് ചെയ്യാൻ വേറെന്താ വകുപ്പ് നിശ്ചയില്ല. കുട്ടി ഋതുമതി ആയാൽ മതി, കുട്ടിക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, പോക്സോ കേസ് ചാർജ് ചെയ്യണ്ട എന്ന വിധി വന്നിടത്ത് ഞങ്ങൾ ഭയക്കുന്നു. കാരണം മതഗ്രന്ഥപ്രകാരം ഒരു മുസ്ലിം വിവാഹം കഴിക്കണമെങ്കിൽ ഇസ്ലാം ആക്കിയേ വിവാഹം കഴിക്കാവൂ എന്ന് മതഗ്രന്ഥം പറഞ്ഞിട്ടുണ്ട് എന്നതിന്റെ പേരിൽ നാളെ ഇത്തരത്തിൽ കല്യാണം കഴിക്കുന്ന എല്ലാവരും നിർബന്ധമായി മതം മാറ്റിക്കൊള്ളണം എന്നെങ്ങനെ വിധി വരുമോ? കാരണം മതഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞതേ, ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ പാടില്ല, മുസ്ലിം ആക്കിയിട്ടേ കല്യാണം കഴിക്കാവൂ. അതാണ് അവർ വാശി പിടിച്ചത്. മതം മാറി തന്നെ വിവാഹം കഴിക്കണമെന്ന് വാശി പിടിച്ചത്. അത് ഈ ആയിരക്കണക്കിന് മതം മാറ്റങ്ങളിലെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ കിട്ടുന്നു. ഏതൊക്കെ സംഘടനകളാണ് ലവ് ജിഹാദിൽ ഇടപെടുന്നത് എന്ന് ചോദിച്ചാൽ കുടുങ്ങി പോകുന്നുണ്ട്. കാരണം ലോകത്തിലെ എല്ലാ സംഘടനയും അറ്റം കുറ്റം പിടിയുണ്ട്. പക്ഷെ എല്ലാ സംഘടനകളെയും മാത്രമല്ല ഇവിടെ പറയേണ്ടത്. സംഘടനകൾ വിചാരിച്ചാൽ ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ പൊതുസമൂഹത്തിന്റെ മനസ്സ് മാറ്റാത്തിടത്തോളം കാലം ഇപ്പൊ പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ട് ഇതിന്. തുറന്നു തന്നെ പറയട്ടെ, നമ്മൾ കണ്ണടച്ചോണ്ട് നമുക്കേ ഇരുട്ടാവുള്ളൂ, ലോകത്തിന് ഇരുട്ടാവില്ല. നമ്മൾ വിരല് വെച്ച് സൂര്യനെ മറച്ചാൽ നമുക്കേ സൂര്യനെ കാണാതിരിക്കുന്നുള്ളൂ. ഈ സൗരയൂഥത്തിന് മുഴുവൻ സൂര്യനെ കാണാം. ഞാൻ എന്റെ വിരല് വെച്ചാൽ എനിക്ക് മറയ്ക്കുമായിരിക്കാം ചിലപ്പോ. അതുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കാനോ പഴമുറ കൊണ്ട് സൂര്യനെ മറയ്ക്കാനോ അങ്ങനെ പോയാൽ നമുക്ക് ഒരിക്കലും നീതിയും ന്യായത്തിലും പക്ഷത്ത് നിൽക്കാനോ സംസാരിക്കാനോ അങ്ങോട്ട് സമാജത്തെ നയിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഏതെങ്കിലും പോപ്പുലർ ഫ്രണ്ടോ, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടോ, അതിന്റെ തന്നെ മറ്റൊരു രൂപമായ SDPI അല്ലെങ്കിൽ അതിന്റെ വനിതാ വിഭാഗമോ അതിന്റെ വിദ്യാർത്ഥി വിഭാഗമോ, ഇനി അതുമല്ലെങ്കിൽ ഇതൊന്നുമല്ല, ഇവരൊന്നും വിചാരിച്ചാൽ ഇവിടെ മാറ്റം നടത്താൻ സാധിക്കില്ല. ഇവിടെ സമൂഹത്തിന്റെ, ഇസ്ലാമിക സമൂഹത്തിന്റെ മനസ്സ് ഈ വിഷയത്തിൽ മാറി വന്നേ മതിയാകുള്ളൂ. ഒറ്റ ചോദ്യാണ്, ഈ കുട്ടിയെ പൂട്ടിയിട്ട വീട്ടില്, മർദ്ദിച്ച വീട്, റമീസിന്റെ വീട്, അവർ ഒരു മഹല്ലിലെ ആളുകളല്ലേ, ഒരു പള്ളിയിൽ പോകേണ്ടവരല്ലേ? ഇത് ശരിയല്ല എന്നൊരു വാക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവിടെ നിന്ന് കേൾക്കുന്നത്. നേരെ മറിച്ച് ഈ വീട് തിരിച്ച് മതം മാറാതെ അവരെ വിവാഹം കഴിച്ചിരുന്നു എങ്കിൽ ആ മഹല്ലുകാർ ചോദിക്കുമായിരുന്നില്ലേ, അവരെ പേടിച്ചല്ലേ ഇവര് മതം മാറണമെന്ന് പറയണത്, അവരെ പേടിച്ചല്ലേ ഇവര് മർദ്ദിച്ചത്? ഈ കുട്ടിയെ മതം മാറാതെ ക്രിസ്ത്യാനിയായി തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു എങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നിസ്കരിക്കാൻ ചെല്ലാൻ ആ വീട്ടുകാർക്ക് പറ്റുമായിരുന്നോ? അവരുമായ മഹല്ലിലുള്ളവർ സഹകരിക്കുമായിരുന്നോ? അപ്പൊ അത്തരത്തിലുള്ള ഊരുവിലക്കുകൾ ഇന്നും നടക്കുന്നില്ലേ? ഈ മൈൻഡ് മാറാത്തിടത്തോളം കാലം സംഘടനകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സംഘടനകൾക്ക് ഇഷ്ടം പോലെ പണം വരുന്നുണ്ട്, അവർക്ക് ലക്ഷ്യം വേറൊന്നുമല്ല, പണം ഇഷ്ടം പോലെ, ഇതിന്റെ പേരിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ. അതല്ലേ മതം മാറിയ പണം കിട്ടുന്നുള്ളത്. തല എണ്ണി തന്നെ പണം പുറത്തുനിന്ന് വരുന്നുണ്ട്. അതിനുവേണ്ടി വേഷം കെട്ടാനും പ്രണയ നാടകങ്ങൾ ആടാനും അതിന് വിവാഹം കഴിക്കാനും, വിവാഹം കഴിച്ചാൽ താമസിക്കാൻ വീട് കൊടുക്കാനും ബാക്കി എല്ലാം പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. വ്യക്തികൾക്ക് തോന്നുന്ന പ്രണയത്തിൽ സംഘടനയ്ക്ക് എന്താ ഉത്തരവാദിത്വം എന്ന് ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയിക്കുമ്പോഴേക്കും എവിടുന്ന 10-50 ബൈക്കുകളില് സംഘടനയുടെ ആളുകൾ എത്തുന്നത്? അവർ ഈ പ്രണയമായിട്ട് എന്താ ബന്ധമുള്ളത്? അവര് കൊണ്ടുപോയി താമസിപ്പിക്കുന്നു, അവര് കൊണ്ടുപോയി ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അപ്പൊ സംഘടനകൾ ഇതിന്റെ പുറകിലുണ്ട്, ശരിയാണ്. പക്ഷേ സംഘടിത സമൂഹമായ ഇസ്ലാമിക സമൂഹത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും മൗനാനുവാദം ഒഴിവായാൽ ഈ സംഘടനകൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പോൾ അവരുടെ മൗനാനുവാദം ഈ വിഷയത്തിലുണ്ട്. ഒരു പക്ഷെ അവർ പറഞ്ഞാകില്ല ഇതൊന്നും ചെയ്യുന്നത്, പക്ഷെ ഒരു മൗനാനുവാദം ഉണ്ട്. അത്തരത്തിൽ മതം മാറ്റിയെടുത്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ അരുത് എന്നൊരു വാക്ക് വരുമോ? ഇല്ലല്ലോ. അത് മതശാസനയാണ്, മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അത്തരത്തിൽ മാറ്റണമെന്നുള്ളത്. അപ്പൊ കാലം മാറിയപ്പോൾ തന്ത്രങ്ങളെ മാറിയുള്ളൂ. 1915 മാപ്പിള ലഹളയ്ക്ക് മുമ്പ്
മാപ്പിള ലഹളയ്ക്കും 6 വർഷത്തിന് മുമ്പ് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ ഒരു കവിതയുണ്ട്. മൂടി വെച്ചിട്ടൊന്നുമില്ല. സാഹിത്യമഞ്ജരി 1-ാം ഭാഗത്തിൽ 5-ാം കവിതയായി അതുണ്ട്. സാഹിത്യമഞ്ജരി 1-ാം ഭാഗത്തിൽ 5-ാമത്തെ കവിത ഒരു നായർ സ്ത്രീയും മുഹമ്മദീയനും എന്നാണ് കവിതയുടെ പേര്. ഒരു നായർ സ്ത്രീയും മുഹമ്മദീയനും. കേരളം എന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണം, അല്ലെ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര എന്നെഴുതിയ വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ ഒരു നായർ സ്ത്രീയും മുഹമ്മദീയനും എന്നൊരു കവിതയുണ്ട്. ഇപ്പോഴത്തെ ലവ് ജിഹാദിന്റെ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ട കവിതയാണ്. കാരണം 1915 ഇതുണ്ട്. അന്ന് വള്ളത്തോൾ വേഷത്തെയും മറ്റുമാണ് പറയണത്. വട്ടത്താടി, അല്ലെ, ചുവന്ന കണ്ണ്, കൂർത്ത മറ്റേ പിരിച്ചു വെച്ച മീശ എന്നൊക്കെ പറഞ്ഞാണ് ആളെ ചിത്രീകരിക്കുന്നത്. കാലവാസത്തെയും തള്ളിക്കളയാൻ ശക്തിയുള്ള മുഹമ്മദീയൻ എന്നൊക്കെ പറഞ്ഞാ പറയണത്. കാരണം അന്ന് തക്കിയയില്ല. അന്ന് എന്താണോ ആ വേഷത്തിൽ വരുന്നു, പിടിച്ചോണ്ട് പോകുന്നു, ഉപയോഗിക്കുന്നു, പിടിച്ചോണ്ട് പോകുന്നു, ഉപയോഗിക്കുന്നു. കാലം മാറിയപ്പോൾ തക്കിയുടെ കാലം വന്നു. ചില അഭിനയങ്ങൾ, വേഷം മാറി, പ്രകൃതം മാറി, തന്ത്രം മാറി. ഇതൊരു പക്ഷെ നിർബന്ധ ബുദ്ധിയെ പിടിച്ചുകൊണ്ടുപോകലല്ല. അവിടെയാണ് സ്നേഹമെന്ന, അവിടെയാണ് പ്രണയമൊക്കെ. 1915 പ്രണയം വേണ്ടിയിരുന്നില്ല. വള്ളത്തോൾ പ്രണയത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. തിരുവില്ലാമല ക്ഷേത്രത്തിൽ ഏകാദശി തൊഴാൻ പോകുന്ന, മറ്റേ തിങ്കളാഴ്ച തൊഴാൻ പോകുന്ന ഒരു സാധ്വിയോടാണ് ക്രൂരത ചെയ്യാൻ വന്നത്. അതാണ് പിന്നീട് വയലാർ രാമവർമ്മ സിനിമയില് തിരുവില്ലാമലയിൽ പോയി നേടിച്ചു കൊണ്ടുവരും ഇളനീർ കുടമിൽ നുടയ്ക്കും ഞാൻ എന്ന കവിതയ്ക്ക് പ്രേരണയായത് വള്ളത്തോളിന്റെ ഈ കവിതയാണ്. എന്നാൽ ആ സിനിമാ പാട്ടിന് വരെ പ്രേരണ ഈ കവിതയാണ്. തിരുവില്ലാമലയിൽ പോയി നേടിച്ചു കൊണ്ടുവരും ഇളനീർ കുടമിൽ നുടയ്ക്കും. തിരുവില്ലാമല ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകുന്ന, ഒറ്റയ്ക്ക് പോകുന്ന ഒരു സ്ത്രീയെ വഴിയിൽ കയറി ഉപദ്രവിക്കുന്ന ഒരു പുരുഷന്റെ കഥയാണത്. എട്ടിക്ക് കൊടുക്കുന്ന നായർ സ്ത്രീയും മുഹമ്മദീയനും ഇന്നത്തെ സാഹചര്യത്തിൽ പഠിക്കണം. അപ്പൊ 1915 വേഷം കൊണ്ട് തിരിച്ചറിയാമായിരുന്നു. അതുകൊണ്ട് ഈ വേഷം കണ്ടത് ആ കുട്ടി ഞെട്ടിപ്പോയി. അമ്പലത്തിലേക്ക് പോകുന്ന ആ സ്ത്രീ വേഷം കണ്ടത് ഞെട്ടിപ്പോയി. മുൻകരുതലെടുത്തു. തന്നെ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്നതിന്റെ മുൻകരുതലെടുത്തു. ആ വേഷം കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞു, കണ്ണ് കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞു, താടി കണ്ടപ്പോഴേ ഇന്ന് വേഷത്തിൽ തിരിച്ചറിയാൻ പറ്റില്ല, ഭാവത്തിലോ ഭാഷയിലോ. കാരണം ഇത് തക്കിയകളുടെ കാലഘട്ടമാണ്. തക്കിയ അറിയാം, പലർക്കും അറിയാം. അത് വേഷം കെട്ടാണ്. ഇത് തക്കിയകളുടെ കാലഘട്ടമാണ്. ആ തക്കിയകളുടെ കാലഘട്ടത്തിലാണ് വിദ്യാസമ്പന്നരായ നമ്മുടെ പെൺകുട്ടികൾ വരെ ഈ കെണിയിൽ ചെന്ന് വീഴുന്നത്. അന്ന് ആ വീട്ടമ്മ കെണിയിൽ വീണില്ല. കരിക്ക് വെട്ടാനാന്ന് പറഞ്ഞ് കത്തി മേടിച്ച് പണി കൊടുത്തു. ആ കഥ അവസാനിക്കുന്നത് അങ്ങനെയാണ്. തന്റെ കൂടെ വരുമെന്ന് വിശ്വസിച്ച് കരിക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ്. കരിക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോ ഇവർക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിക്കുക. കരിക്ക് വെട്ടാൻ എനിക്ക് കത്തി വേണം. അരയിൽ പിന്നെ കത്തി തിരികെ നടക്കുന്ന ആള് കത്തി എടുത്ത കുട്ടിക്ക് കൊടുത്തു, കരിക്ക് ചെത്തിക്കൊള്ളാൻ പറഞ്ഞിട്ട്. പക്ഷെ അവിടെ ചെത്തിയത് കരിക്കായിരുന്നില്ല. അതാണ് അതിന്റെ, അത് ബാക്കി നമ്മൾ വഹിച്ചറിയാം. അപ്പോ അങ്ങോട്ട് സർക്കാർ ആഗ്രഹിക്കരുത് പെൺകുട്ടികൾ അങ്ങനെ പെരുമാറണമെന്നാണോ ഒരു രക്ഷപ്പെടണമെങ്കിൽ. ഇപ്പൊ എല്ലാവരും പറഞ്ഞല്ലേ, സ്കൂളുകളിലൊക്കെ ഇനി മറ്റെന്താണ്, നമുക്ക് എല്ലാവർക്കും ശാരീരിക ആരോഗ്യം ഉണ്ടാക്കാൻ സൂമ്പ നൃത്തം വേണം, പിന്നെ കളരി പഠിക്കണം, കുങ്ഫു പഠിക്കണം. എന്താ ഉദ്ദേശിക്കുന്നത്? മക്കളെ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളെ ഉള്ളൂ, ഞങ്ങളില്ലാന്നാണ്. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്നതിന്റെ പേരിൽ പാർട്ടി സ്ഥാനം രാജിവെച്ചു, MLA സ്ഥാനം രാജിവെച്ചില്ല. ഏതിനാ പവിത്രത കൂടുതല്? MLA സ്ഥാനം രാജിവെച്ചില്ല. അപ്പോൾ കേരള നിയമസഭയ്ക്ക് ലവ് ജിഹാദിനെതിരെ നിയമം പാസാക്കാൻ കഴിയുമോ? സ്ത്രീകളെ അപമാനിച്ചെടുത്തിന് സ്വന്തം സ്ഥാനം രാജിവെക്കണമെന്നില്ല. തുടർന്നുകൊണ്ട് പോകാൻ, രാജിവെപ്പിക്കാൻ ആർക്കും കഴിയൂല. അവിടെ കടിച്ചു തൂങ്ങി കിടക്കാം. പാർട്ടി സ്ഥാനം രാജിവെച്ചു. കാരണം പാർട്ടിക്കുള്ള വിശുദ്ധത MLA പദവിക്ക് വേണ്ട. അങ്ങനെ ഒരു നിയമസഭയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കാമോ? ഭാരത മാതാവായി ഭാരതത്തെ കണ്ടാൽ, ഭാരത മാതാവിനെ പൂജിച്ചാൽ, അതിന്റെ പേരിൽ അലർജി എടുക്കുന്ന രാഷ്ട്രീയക്കാർക്ക് അമ്മയുടെ കണ്ണീരിന്റെ വിലയറിയോ? അമ്മമാരുടെ മാനത്തെ കാക്കാൻ പറ്റുമോ? അവരുടെ വിഷമം എന്താ? ഭാരതത്തെ അമ്മയായി കണ്ടു എന്നുള്ളതാണ്. ഭാരതത്തെ അമ്മയായി, സ്ത്രീയായി കണ്ടു. ആ ഒറ്റ വിഷമാണല്ലോ. എവിടെയെങ്കിലും ആരെങ്കിലും ഭാരതമാതാവിന്റെ ഫോട്ടോ വെക്കുന്നുണ്ടോ? ആരെങ്കിലും വിളക്കെത്തിക്കുന്നുണ്ടോ? ആരെങ്കിലും പൂവിടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് തെണ്ടി നടത്തിയിരുന്നില്ലേ ഇവിടുത്തെ രാഷ്ട്രീയക്കാര്? അതിന്റെ പേര് കോലാഹലം ഉണ്ടാക്കിയിരുന്നില്ലേ, ബഹളം ഉണ്ടാക്കിയിരുന്നില്ലേ? കാരണം അമ്മ എന്ന് പറഞ്ഞാൽ ഉപഭോഗ വസ്തു മാത്രമാണ് അവർക്ക്. അവിടെ തന്നെ ലവ് ജിഹാദിനെ എതിർക്കാൻ, ചെറുവിരലടക്കാൻ ഇവർ മടിച്ചു പോണത്.
കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെടേണ്ടവളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇക്കിളിയിട്ട് വിടുന്ന വിധത്തിൽ സംസാരിക്കാനും അവർക്ക് സുഖിക്കാനുമുള്ള വെറും യന്ത്രങ്ങൾ, പേറ്റ് യന്ത്രങ്ങൾ. അങ്ങനെ കാണുന്ന ഒരു നാട്ടിൽ, അങ്ങനെ കാണുന്ന ഒരു രാഷ്ട്രീയത്തിൽ നീതി കിട്ടണമെങ്കിൽ കിട്ടാത്ത നീതി പിടിച്ചെടുത്തേ നമുക്ക് മതിയാവുള്ളൂ. കാരണം തന്നെ കൊണ്ടു തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണ് കാര്യങ്ങൾ ഗതി കിടക്കുന്നത്. ഈ നമ്മൾ ഈ ചർച്ച ചെയ്ത കേസുകളൊന്നും അല്ല ലവ് ജിഹാദിലുള്ള, ആയിരങ്ങളാണ്. രക്ഷപ്പെടുത്തിയതിന്റെ കണക്കുകൾ നേരത്തെ ഇവിടെ പറഞ്ഞു, സ്വാഗത പ്രഭാഷണത്തിൽ സാബുശാജി പറഞ്ഞു. രക്ഷപ്പെടുത്തിയവരുടെ കണക്കുകൾ അമ്പരപ്പിക്കുന്നതാണ്. ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, ആർഷവിദ്യാ സമാജവും അങ്ങനെ പല പല സംഘടനകൾ ഓടുകയാണ് ഇതിന്റെ പിന്നാലെ. ഞങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് വെട്ടിച്ചു കൊണ്ടുപോകുന്നത് ഇതുപോലുള്ള കെണിയിൽ പെടുള്ളൂ. ഞങ്ങൾ അറിയാത്തതും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വെട്ടിച്ചു കൊണ്ടുപോകുന്നതുമായ കേസുകളാണ് ഇതുപോലെ അപകടത്തിൽപ്പെടുന്നത്. തുറന്നു പറയുന്നത് ഞങ്ങൾക്കൊരു മടിയില്ല. രക്ഷിക്കാൻ ഉണ്ടായിരിക്കും, സാധ്യമായ വിധത്തിലൊക്കെ തന്നെ രക്ഷിച്ചിരിക്കും. അതിന് എങ്ങനെ എതിർത്താലും അതിന്റെ പേരിൽ മതമൗലികവാദികളെന്ന് പറഞ്ഞാലോ വർഗീയവാദികളെന്ന് പറഞ്ഞാലോ ഭയമില്ല. രക്ഷിക്കാൻ കഴിയുന്ന കേസുകളൊക്കെ തന്നെ ഈ ജിഹാദികളുടെ കയ്യിൽ നിന്ന് അമ്മവേക്കന്മാരെ രക്ഷിച്ചെടുത്തിരിക്കും. അതിനൊക്കെ തന്നെയാണല്ലോ ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. പക്ഷെ അത് മാത്രമല്ല വേണ്ടത്, ഇതിനൊക്കെ നമുക്ക് നിയമം പോലെ നിർത്തണം. കാരണം ഇത് നേരത്തെ സ്വാഭാവികമായ പ്രണയമല്ല. ലണ്ടനിൽ വെച്ചൊരു ആഹ്വാനം നടത്തേണ്ട ഈ KP ഫറൂഖ് എന്നൊരു മതമൗലികവാദി വർഷങ്ങൾക്ക് മുമ്പ് 2007 ലണ്ടനിൽ വെച്ച് നടത്തിയ ഒരു ആഹ്വാനമുണ്ട്. നമ്മളെല്ലാം അത് ചർച്ച ചെയ്തതാ. KP ഫറൂഖിന്റെ ആഹ്വാനം എന്തായിരുന്നു? ആഹ്വാനം എന്നറിയാമോ? അമുസ്ലിങ്ങളുടെ ഗർഭപാത്രത്തിൽ മുജാഹിദീനുകളെ ജനിപ്പിക്കുക എന്നത് നമ്മുടെ മതപരമായ കർത്തവ്യമാണ്. അമുസ്ലിങ്ങളുടെ ഗർഭപാത്രത്തിൽ മുജാഹിദീനുകളെ, മതത്തിന് വേണ്ടി പോരാടാനുള്ള തീവ്രവാദികളെ ജനിപ്പിക്കുക എന്നത് നമ്മുടെ മതപരമായ ദൗത്യമാണ്. ഈ ആഹ്വാനം നമ്മൾ കേട്ടില്ലേ? ചർച്ച ചെയ്തോ? ഇതിനെതിരെ ചെറുവിരലനക്കിയോ? അമുസ്ലിങ്ങളുടെ ഗർഭപാത്രത്തിൽ മുജാഹിദീനുകളെ ജനിപ്പിക്കുക എന്നതാണ് ലവ് ജിഹാദിന്റെ ഉദ്ദേശമെങ്കിൽ കേരളം ചിന്തിക്കുക. അത്തരക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ള ഗർഭപാത്രമാണോ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ ഗർഭപാത്രം? മുജാഹിദീനുകളെ ഉത്പാദിപ്പിക്കാൻ കൊടുക്കാനുള്ള വാടക ഗർഭപാത്രമാണോ? സിറിയയിലേക്ക് ആടിനെ മേയ്ക്കാൻ പോയ കഥ നമ്മൾ പഠിച്ചു, ഏറെ ചർച്ച ചെയ്തു. മറ്റേ തിരുവനന്തപുരത്ത് നിമിഷ ഫാത്തിമ അടക്കമുള്ളവര്. നിങ്ങൾ നോക്കിയോ, ആ സിറിയയിലേക്ക് പോയാൽ ഒരു ഒറ്റ മുസ്ലിങ്ങളില്ല. സിറിയയിലേക്ക് പോയി എന്ന് നമ്മൾ ചർച്ച ചെയ്ത കേസിൽ ഒരൊറ്റ മുസ്ലിങ്ങളില്ല. എന്താ അങ്ങനെ പറയണത്? അത് ഒന്നുകിൽ ഹിന്ദുവിൽ നിന്ന് മതം മാറിയത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയിൽ നിന്ന് മതം മാറിയത്. ആ ആണും പെണ്ണും മുസ്ലിങ്ങളായാണ് പോയത്. പക്ഷെ അവരാരും മുസ്ലിമിന്റെ ഗർഭപാത്രത്തിൽ ജനിച്ചവരല്ല. അത് ആണാകട്ടെ പെണ്ണാകട്ടെ രണ്ടിനെയും മതം മാറ്റിയെടുത്തത് അവർക്കൊന്നും പോകാനില്ല. നഷ്ടപ്പെടാനുള്ള ആ കുടുംബങ്ങളാണ് തകർന്നത്. നിമിഷയുടെ കണ്ണീര് വീഴുന്നത് അമ്മ ബിന്ദുവിന്റെ വീട്ടിലാ. ഒരു മുസ്ലിം സ്ത്രീ അതിന്റെ പേരിൽ കരയുന്നില്ല. അതേപോലെ തന്നെയാണ് നിമിഷയുടെ ഭർത്താവാണെങ്കിലും അത് മറ്റൊരു എല്ലാം കൺവേർട്ട് ചെയ്തെടുത്ത ഒന്നും അവർക്കൊരു മുസൽമാനെയും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ നാളെ ജിഹാദിന്, തീവ്രവാദ പ്രവർത്തനത്തിന്, ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി കോപ്പ് കൂട്ടിയെടുക്കുമ്പോൾ ആ കണ്ണീര് ഹിന്ദു കുടുംബത്തിലോ ക്രിസ്ത്യൻ കുടുംബത്തിലോ വീഴണമെന്ന വളരെ ആസൂത്രിതമായ ആലോചനയാണ് ഇതിന്റെ പുറകിലുള്ളത്. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. പോണതെല്ലാം ഹിന്ദു കുട്ടികളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കുട്ടികളോ. പറഞ്ഞു വരുമ്പോ പറയാം, ഞങ്ങളല്ല ബോംബ് പൊട്ടിച്ചത്. അയാള് മറ്റേ അപ്പ ഹിന്ദു പേരേ വരുള്ളൂ. ബോംബ് പൊട്ടിക്കുമ്പോ ഹിന്ദു പേരെ പുറത്തു വരുള്ളൂ. കാരണം ഹിന്ദു പേരായിരിക്കുമല്ലോ, ജന്മം കൊണ്ട് ഹിന്ദു പേരായിരിക്കുമല്ലോ. അപ്പൊ ആ ഹിന്ദു പേരെ പുറത്തു വരുള്ളൂ, ഒരിക്കലും മറ്റേ പേര് പുറത്തു വരില്ല. ഈ ലാഭക്കച്ചവടം കണ്ടാണ് ലവ് ജിഹാദ് നടത്തുന്നത്. അല്ലാതെ ഈ ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ മാത്രം പ്രണയം തോന്നാനുള്ള ഒരു അസുഖമൊന്നും ഇല്ലാതെ ഇവര് മാത്രമാണ് ഭൂലോക സുന്ദരികൾ അല്ലല്ലോ. അതൊരു ചതിയാണ്. ആ ചതിക്ക് നമ്മുടെ അമ്മ പെങ്ങന്മാരെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നിയമം മൂലം നിരോധിക്കണം. ലവ് ജിഹാദ് നിരോധിക്കണം എന്നല്ല, നിർബന്ധിത മതപരിവർത്തനം, വിവാഹത്തിന് വേണ്ടിയുള്ള മതപരിവർത്തനം, പ്രണയം നടിച്ചുള്ള ചൂഷണം, അതിലൂടെ അവരെ മയക്കുമരുന്നിലേക്ക്, ലൈംഗിക കച്ചവടത്തിലേക്ക് ഒക്കെ നയിച്ചു കൊണ്ടുപോകുന്നു. മയക്കുമരുന്ന് കേസുകൾ പിടിക്കുമ്പോൾ നോക്കൂ, ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടാവുക. ആ സ്ത്രീ ഒന്നുകിൽ ഹിന്ദുവാകും അല്ലെങ്കിൽ ക്രിസ്ത്യനും. അതെന്തേ അങ്ങനെ വരെ? വലിയ മയക്കുമരുന്ന് പാർട്ടികളൊക്കെ പിടിക്കുമ്പോൾ അതിനകത്ത് ഒരു സ്ത്രീ സാന്നിധ്യം നിർബന്ധമായി ഉണ്ടാകും. ഒന്നുകിൽ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ. ആ തരത്തിൽ കെണിയിൽപ്പെടുത്താൻ തന്നെയാ കൊണ്ടുപോകുന്നത്. മയക്കുമരുന്ന് വിൽക്കാനായി മക്കളെ പറ്റിയിട്ടുണ്ടോ നമ്മള്? ബോംബ് പൊട്ടിക്കാനോ മയക്കുമരുന്ന് പൊട്ടിക്കാനോ ഇതിന്റെ ഇരയാക്കി മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ
നിർബന്ധിത വിവാഹത്തോടനുബന്ധിച്ചുള്ള നിർബന്ധിത മതപരിവർത്തനവും ഈ പ്രണയക്കെണിയും നിയമം കൊണ്ട് തന്നെ പൂട്ടണം. ജനങ്ങളുടെ കൈക്കരുത്ത് കൊണ്ടാണ് പൂട്ടേണ്ടത് എന്നാണ് ഭരണകൂടം പറയുന്നതെങ്കിൽ അപ്പൊ ഞങ്ങൾക്ക് ചിലതൊക്കെ ചിന്തിക്കേണ്ടി വരും. ഇപ്പൊ ഞങ്ങൾ ഭരണകൂടത്തിന് മുന്നിൽ ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടി ചോദിക്കാതെ നിങ്ങളെ കൊണ്ട് നിർത്താൻ പറ്റുമോ? ഞങ്ങളെ കൊണ്ട് പറ്റായിട്ടല്ലാട്ടോ, ഇത് നിങ്ങളെ കൊണ്ട് നിർത്താൻ പറ്റുമോ? പന്തിപ്പ നിങ്ങളുടെ കോർട്ടിലാണ്. പന്ത് നിങ്ങൾ കേരളത്തിലെ ജനപ്രാതിനിധ്യമുള്ള രാഷ്ട്രീയക്കാരുടെ കോർട്ടിലേക്ക് തള്ളിയിട്ടുണ്ടോ? നിങ്ങളെ കൊണ്ട്. കേരള നിയമസഭയാണല്ലോ നിയമം ഉണ്ടാക്കേണ്ടത്. ആമസോൺകാരുടെ തീ പിടിച്ച അവരെ മൂട്ടിൽ ചൂട് കയറുന്നവർ അവിടെ ഇരുന്നത്. അപ്പൊ ഈ വീട്ടിലെ കണ്ണീരൊക്കെ ഇവര് കാണണ്ടേ? അപ്പൊ ഇതിനെതിരെ നിങ്ങൾക്ക് നിയമം ഉണ്ടാക്കാൻ കഴിയുമോ? നിയമം ഉണ്ടാക്കാലോ, അതിനെന്താ ബുദ്ധിമുട്ട്? ഇപ്പൊ നമുക്കറിയാം, ഒരു ആത്മഹത്യ, ഒരു വിവാഹം കഴിഞ്ഞൊരു കുട്ടി ആത്മഹത്യ ചെയ്താൽ ഇത്ര കൊല്ലത്തിനുള്ളിലാണ് എങ്കിൽ, സ്വാഭാവിക മരണമാണെങ്കിൽ പോലും അതിൽ കാര്യമായി അന്വേഷിക്കില്ല. ആത്മഹത്യ ആണെങ്കിൽ തഹസിൽദാരൊക്കെ വരട്ടെ, അതിനെ പ്രത്യേകമായ ഇൻക്വസ്റ്റ് ഒക്കെ നടത്തണമെങ്കിൽ അതിന്റെ അങ്ങനെ. കാരണം അത് വിവാഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണം കൊണ്ടാകാൻ മരിച്ചത്, മരണത്തിലേക്ക് തള്ളിയിട്ടതാകാം എന്ന് സംശയമുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ നിയമനിർമ്മാണം ഉണ്ടാക്കിയത്. അതേപോലെ ഇവിടെയും വേണ്ടേ? വിവാഹത്തോടനുബന്ധിച്ച് ഒരു നിശ്ചിത വർഷമെങ്കിലും നിർബന്ധമായും മതപരിവർത്തനം അനുവദിക്കില്ല എന്ന് പറയണ്ടേ? എന്താ പെൺകുട്ടികളോ അടിമകളോ? എവിടെ ഇവിടുത്തെ വനിതക ഫെമിനിസ്റ്റ് ഓർഗനൈസേഷനുകളൊക്കെ? പുരുഷ വിദ്വേഷം പറയുന്ന, അടുക്കള ഉമ്മർത്ത് ഉണർന്നേക്കണം എന്നൊക്കെ പറയുന്നവരല്ലേ? അടുക്കളയാണ് അത്ര പെണ്ണിന്റെ ശാപം, അതുകൊണ്ട് അടുക്കള എടുത്ത് ഉമ്മർത്ത് വെക്കണം, ഉമ്മറം കൊണ്ടുപോയി അടുക്കളയെ കൊണ്ടേക്കണം എന്നൊക്കെ പറയുന്ന ഫെമിനിസ്റ്റ് ഓർഗനൈസേഷനുകൾ ധാരാളമുള്ള കാലമാണ്. ചാക്ക് കെട്ടി നടന്നവരുണ്ട് ഫെമിനിസ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെ എവിടെ പോയി? ഇവർക്കൊന്നും അഭിപ്രായമില്ലേ? ആരെങ്കിലും ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ എന്ന് പറഞ്ഞാൽ അതിനൊന്ന് കാതോർത്തു പോയാൽ സ്വന്തം പേര് പണയം വെക്കേണ്ടി വരുന്ന പെൺകുട്ടികളെ പറ്റി പറയാൻ ഫെമിനിസ്റ്റ് ഓർഗനൈസേഷനുകളുണ്ടോ? സ്വന്തം വേഷം മാറേണ്ടി വരുന്ന പെൺകിടാങ്ങളെ പറ്റി പറയാൻ ഫെമിനിസ്റ്റ് ഓർഗനൈസേഷനുകളുണ്ടോ? സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറയേണ്ടി വരുന്ന പെൺകുട്ടികളെ പറ്റി പറയാൻ ഇവരുണ്ടോ? പേര് മാറണം, വേഷം മാറണം, ആചാരം മാറണം, അനുഷ്ഠാനം മാറണം, രക്ഷിതാക്കളെ മാറ്റണം. ഇത് പെണ്ണിന് ഈ ഗതികെട്ട അവസ്ഥ ഇവിടുത്തെ പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ട് നമ്മൾ പറയുക നമ്മൾ പ്രബുദ്ധരാണെന്ന്, വിദ്യാസമ്പന്നരാണ്, പ്രബുദ്ധരാണ്, കുണ്ടമാണ്, കൊടച്ചക്രമാണ്. ഇതിനൊക്കെ എന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ നമ്മുടെ പെൺകുട്ടികളെ നിയമം കൊണ്ട് സഹായിക്കണ്ടേ? നമുക്ക് അവരെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ടേ? കെണിയിലേക്ക് എറിഞ്ഞു കൊടുക്കണോ? അടുത്ത ആരുടെ വീട്ടിലും ആകാം, ആരും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമൊന്നുമില്ല. പിന്നെ ഒരു സമാധാനമുള്ളത് കോൺഗ്രസ്സുകാരനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും വീട്ടിൽ വന്നാൽ അവന്റെ ഡയറിയിൽ RSSകാരുടെ നമ്പർ ഉണ്ടാവും. RSSകാരുടെ ഹിന്ദു ഐക്യവേദിക്കാരുടെ നമ്പർ അവൻ എഴുതി വെച്ചിട്ടുണ്ടാവും. വേറെ ഒന്നിനുള്ളത് എന്റെ പെങ്ങളെ കൊണ്ടുപോകണം, എന്റെ മകളെ കൊണ്ടുപോകണം, ഒന്ന് രക്ഷിച്ചു കൊണ്ട് തരണേന്ന് പറയാൻ വേണ്ടി രഹസ്യമായി വിളിക്കാൻ നമ്പർ ഡയറിയിൽ ഉണ്ടാവും. ആ ധൈര്യത്തിലാണ് ഇരിക്കണത്. അല്ലാതെ DYFIക്കാരൻ നമ്പർ എഴുതി വെച്ചോളാൻ പറഞ്ഞിരുന്നു പണ്ട്, അല്ലെ? ആ എഴുതിയപ്പല്ലത് അവൻ രഹസ്യമായി എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവനറിയാം അവിടേക്കേ വിളിക്കാൻ പറ്റുള്ളൂ. അത്തരം ധാരാളം വിളികൾ കേൾക്കുന്നവരാ ഞങ്ങൾ. ഞങ്ങളുടെയൊക്കെ കാതിൽ അതൊക്കെ കടക്കലുണ്ട്. പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് എപ്പോഴും അവതരമായി കരുതരുത്. ഇവരൊക്കെ ഉണ്ടല്ലോ രക്ഷപ്പെടുത്താം. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്ത് മതേതരന്മാരായി നടന്നോളാം എന്നുള്ളതാണ് ഇപ്പൊ അവരുടെ നില. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ആരുടെയും ഇരയല്ല എന്ന് നമുക്ക് നിയമം മൂലം ഉറപ്പിക്കണം. ഇനിയും കളയാൻ മക്കളില്ല. അതുകൊണ്ടാണ് മക്കൾ മാത്രമല്ല വീട്ടമ്മമാരെ വരെ ഈ കെണിയിൽ പെടുത്തുന്നു. പെൺമക്കളെയും വീട്ടമ്മമാരെയും ഈ കെണിയിൽപ്പെടുത്തി കുടുംബം തകർക്കുക. ഭാരതത്തിന്റെ ശക്തി കുടുംബങ്ങളിലാണ്. ആ കുടുംബം തകർക്കുക എന്ന ദുരുദ്ദേശം ഇതിന്റെ പിന്നിലുള്ള കേവലം ആളെ കൂട്ടൽ മാത്രമല്ല. ഇങ്ങനെ പ്രണയിച്ചൊക്കെ കൂട്ടിയോണ്ട് ഒരുപാട് ആളെ കൂടില്ല. ആളെ കൂട്ടാനല്ല പ്രണയക്കെണിയിൽപ്പെടുത്തുന്നത്, ആളെ കൂട്ടാനല്ല. ഒന്നവർക്ക് ഭീകരവാദത്തിന് അവരുടേതല്ലാത്ത മക്കളെ ഉണ്ടാക്കണം. മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ തന്നെ കുടുംബങ്ങൾ, ഹിന്ദു കുടുംബങ്ങൾ കരയണം, ഹിന്ദു കുടുംബങ്ങൾ തകർക്കപ്പെടണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അവർ ഭയക്കുന്നു. ഒരു പെൺകുട്ടി വേദിയിൽ വന്നിട്ട് സമ്മാനം വാങ്ങിച്ചതിന് പുലിവാലുണ്ടായത് നമ്മൾ കണ്ടതല്ലേ? പഠിച്ച് ഫസ്റ്റ് വാങ്ങിയിട്ട് വേദിയിൽ വന്നിട്ട് സമ്മാനം മേടിച്ചതിന് വരെ പുലഭ്യം പറയുന്ന പുരോഹിതന്മാരുള്ള നാട്ടിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അവർ ഭയക്കുന്നു. ഇപ്പൊ വേണ്ടി വരുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പഠിക്കണോണ്ട് ഇവരെയും പഠിപ്പിക്കാൻ ഞാൻ പറ്റില്ല. അപ്പൊ നാളെ ഭയന്നിട്ട് കലാലയങ്ങളിൽ പറഞ്ഞയച്ചാൽ പെൺകുട്ടികളെ ഇതേപോലെ ആരെങ്കിലും കൊത്തിക്കൊണ്ടുപോകുമെന്ന് ഭയന്ന് പഠിപ്പിക്കാതെ വീട്ടിലിരുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ അടച്ച് വീട്ടിലിരുന്ന് പ്രസവിക്കാനുള്ള യന്ത്രമാണെന്ന അവസ്ഥയിലേക്ക് മാറണം മധ്യകാല ഇന്ത്യയെ പോലെ. പൗരാണിക ഭാരതത്തില് സ്ത്രീകൾ വിദുഷികളായിരുന്നു. അവരൊന്നിനും പിന്നിലായിരുന്നില്ല.
ദശരഥ മഹാരാജാവിനോടൊപ്പം യുദ്ധരംഗത്ത് വരെ കൈകേയി ചെല്ലുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ യുദ്ധരംഗത്ത് നിന്ന് പോലും സ്ത്രീകൾ പിന്മാറിയിരുന്നില്ല. എന്ന സ്ഥലത്ത് നിന്ന് സ്ത്രീകൾ മുഖം മറച്ച് വാതിലിന് പിന്നിലൊളിച്ച് ബാല്യകാല വിവാഹവും നടത്തി അടിമകളായി കഴിയേണ്ട അവസ്ഥ മധ്യകാല ഇന്ത്യയിൽ വന്നെങ്കിൽ ഇസ്ലാമിക ഭരണം ഉണ്ടാക്കിയ ഗതികേടാണത്. സുൽത്താന്മാരും മുഗളന്മാരും ഭരിച്ചതിന്റെ ഗതികേടാണ് നമ്മൾ അനുഭവിച്ചത്. അതിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മൾ പിന്മാറണമെന്ന ദുരുദ്ദേശം. ദീർഘനാൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ സഹിച്ചാൽ നമ്മളും നമ്മുടേതായത് എങ്ങനെ പെൺകുട്ടികളെ നഷ്ടപ്പെടുത്താണ്ടിരിക്കാം. പഠിച്ചിട്ടേലും വേണ്ടില്ല, ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കാം. നേരത്തെ കാലത്ത് കെട്ടിച്ചു കൊടുത്ത് അവരെ സുരക്ഷിതമാക്കാൻ നോക്കിയാൽ അവരുടെ സ്വപ്നം കണ്ടു. ഈ പറഞ്ഞില്ലേ 15 വയസ്സാവണേന്റെ ശാരീരിക പ്രായപൂർത്തി വന്നാൽ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാം എന്നൊക്കെ പറയുന്ന ദുരവസ്ഥ നിയമം മൂലം ഉണ്ടാവുന്നു ഇവിടെ. അതുകൊണ്ട് ഒരുപാട് കണ്ണീര് കണ്ട് മടുത്തിട്ട് ഇനി കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. കണ്ണീര് കാണാത്ത സമൂഹത്തിന് മുന്നിൽ കരഞ്ഞിട്ട് എന്താ കാര്യം? എത്ര അമ്മമാര് കരഞ്ഞു, എത്ര പേർ മുഖ്യമന്ത്രിയുടെ അടുത്തിരുന്നു, എത്ര പേർ അതാത് കാലത്ത് ആഭ്യന്തരമന്ത്രിമാരെ കണ്ടു, എത്ര പേർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. ആ കണ്ണീര് കാണുമ്പോൾ അവരെ കാത്തു ചിരിച്ചു. അതുകൊണ്ട് കണ്ണീരിന് വില വെക്കാത്ത സമൂഹത്തിന് മുന്നിൽ ഇനി കരയാൻ ഞങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം സോനയുടെ അനുഭവം അവസാനത്തെയൊന്നുമല്ല. സോനയ്ക്ക് സ്വന്തം ജീവിതം അവസാനിപ്പിച്ച് രക്ഷപ്പെട്ടു. മരിക്കാൻ ഭയമുള്ളവരുണ്ടാവുള്ളൂ. സോന ജീവിതം അവസാനിപ്പിച്ച് രക്ഷപ്പെട്ടു. മരിക്കാൻ ഭയമുള്ളവർ മരിച്ചു ജീവിക്കുന്നുണ്ടാകും ഇവരുടെ അടിമകളായിട്ട്. അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥ ഇനി ഉണ്ടാകാതിരിക്കാൻ നിയമം മൂലം ഇത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭങ്ങളുമായിട്ട് ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വരികയാണ്. കേവലം ഒരു സമരത്തിൽ തുടങ്ങി ഇവിടെ അവസാനിപ്പിക്കാനുള്ളതല്ല. കേരളം മുഴുവൻ എടുത്തുകൊണ്ട് തന്നെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോവുകയാണ്. കണ്ടില്ല എന്ന് നടിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പറ്റില്ല. ഇനിയും നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചാൽ നിങ്ങളുടെ കഷ്ടകാലം എന്നേ പറയാനുള്ളൂ. ഇനിയും കണ്ടില്ല എന്ന് നടിച്ചാൽ അത് നിങ്ങളുടെ കഷ്ടകാലം എന്നേ പറയാനുള്ളൂ. കാരണം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നായർ സ്ത്രീയും മുഹമ്മദീയനും എന്ന കവിതയില് വള്ളത്തോള് ആ പെൺകുട്ടിയെ കൊണ്ട് ചെയ്യിച്ച രക്ഷപ്പെടലുണ്ടല്ലോ, അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊക്കെ ആരും നീങ്ങാതിരിക്കാൻ നിയമം ഉണ്ടാക്കാനും നടപ്പിലാക്കാനും അധികാരമുള്ളവർ കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കണം. നിയമം ഉണ്ടാക്കാനും നടപ്പിലാക്കാനും അധികാരം ജനപ്രാതിനിധ്യ നിയമപ്രകാരം നിങ്ങൾക്കാകാം. പക്ഷേ നിങ്ങളെ നിയന്ത്രിക്കുന്നവർ ഞങ്ങളാണ്, ജനങ്ങളാണ്. നിയമം ഉണ്ടാക്കുന്നവരെ നിയന്ത്രിക്കുന്നവർ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഞങ്ങളാണ്. ഞങ്ങൾ നിയമം കയ്യിലെടുത്താൽ അതാർക്കും അത്ര ഭൂഷണമാകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സോനയുടെ കുടുംബത്തിന്റെ കണ്ണീര് കേരളത്തിന് കാണാനും ഇനിയും റമീസുമാരും കുടുംബവും ബന്ധുക്കളും മാതാപിതാക്കളും ഒക്കെ അടങ്ങുന്ന ആ ഗതികെട്ട അവസ്ഥയിലേക്ക് ഇനിയും കൂടുതൽ ഞങ്ങളുടെ സ്വർണം ചെല്ലരുത്. ഒരു സ്വർണമാണ് ഇവിടെ പോയത്, സോന അല്ലേ? ഞങ്ങളുടെ സ്വർണത്തെ, ഞങ്ങളുടെ വൈഡൂര്യത്തെ ഇനിയും കൊണ്ടുപോയി നശിപ്പിക്കരുത്. ഇത് അപേക്ഷയല്ല, ഇതിവിടുത്തെ പൊതുസമൂഹത്തിന്റെ ആജ്ഞയായി കണ്ടാൽ നല്ലത്. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനോടൊന്ന് പറയാനുണ്ട്, ആ കുട്ടിയുടെ സൂയിസൈഡ് നോട്ടിന് അർത്ഥമുണ്ടാകണം. നിങ്ങൾ മാതാപിതാക്കളെയോ ബന്ധുവിനെയോ അല്ലെങ്കിൽ സുഹൃത്തിനെയോ അറസ്റ്റ് ചെയ്ത് നാടകം കാണിച്ച പോരാ, നിർബന്ധിത മതപരിവർത്തനവും ആ കുട്ടിയെ പൂട്ടിയിട്ട് മർദ്ദിച്ചതുമായ കാര്യങ്ങൾ അതിന്റെ വകുപ്പുകൾ ചേർത്തുകൊണ്ടായിരിക്കണം കേസെടുക്കേണ്ടത്. കണ്ണിൽ പൊടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തിയാൽ പോരാ, അവർക്കെതിരെ ഇത്തരം വകുപ്പുകൾ ചേർത്ത് തന്നെ കേസിടണം. ഞങ്ങൾ പുറകെ ഉണ്ട് എന്ന് മാത്രം ഒരു ചെറിയ സൂചന തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വന്ദേ മാതരം.